പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം നന്നാക്കി തന്നെ. ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ആർത്തവവും ദൈവാലയവും. ഫാദർ ജോബിൻ സാമുവേലിന് മറുപടി. ബഹുമാനപ്പെട്ട ജോബിൻ അച്ഛൻ ഇത് ഓർത്തഡോക്സ് സഭയിൽ അംഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അദ്ദേഹം സ്ത്രീകളുടെ ആർത്തവകാലത്ത് ദേവാലയത്തിൽ പോകുന്നതിനോ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിനോ തടസ്സങ്ങളൊന്നുമില്ല എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. അദ്ദേഹം ചില സ്ത്രീകളിൽ വിളിച്ച് ഇതിനെപ്പറ്റി സംസാരിച്ച് പഠനം നടത്തിയപ്പോഴും അവർ പറഞ്ഞു, അങ്ങനെ ആർത്തവകാലത്ത് പള്ളിയിൽ പോകാൻ അമ്മ സമ്മതിക്കില്ല, വേദവസ്വം തൊടാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ വിശദീകരണം ആർത്തവകാലം ശുദ്ധീകരണത്തിൻ്റെ കാലമാണ്. അത് സ്ത്രീകൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വരദാനമാണ്. മക്കളെ പ്രസവിക്കാനുള്ളൊരു ഭാഗ്യം. തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷെ ആ സമയത്ത് പള്ളിയിൽ പോകുക, വിശുദ്ധ കുർബാന അനുഭവിക്കുക എന്നുള്ളത് കരണീയമാണോ എന്ന് ചിന്തിക്കണം. എൻ്റെ ഈ വീഡിയോ പലർക്കും ഇഷ്ടാവില്ല, പ്രത്യേകിച്ച് 90% സ്ത്രീകൾക്ക് ഇത് ഇഷ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അതെനിക്ക് വിഷയമല്ല. അച്ഛൻ്റെ വീഡിയോകൾ ധാരാളം ആളുകൾ കണ്ടു. അത് ഇട്ടിട്ട് ഒരു 2-3 ആഴ്ചയായി ഞാൻ ഇന്നലെ അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അതിനു മുമ്പ് ഒരു സ്ത്രീ എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ അച്ഛൻ, അതിൻ്റെ വിശദീകരണം. ഞാൻ വിശദീകരണം പറഞ്ഞു കൊടുത്തു. പക്ഷെ അതുപോലെ അതൊരു വീഡിയോ അറ്റാച്ചിട്ടുണ്ടാകും. പലർക്കും അത് സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞു. യാക്കോബായ സഭയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അതിനൊരു വിശദീകരണം കൊടുക്കുമ്പോൾ അച്ഛൻ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മളെന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമല്ലോ പറയാൻ. ലേവ്യ പുസ്തകം 12:1 മുതൽ വായിക്കുമ്പോൾ പ്രസവിച്ച സ്ത്രീയെക്കുറിച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഒരു സ്ത്രീ ഗർഭം ധരിച്ച് ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ അവൾ 7 ദിവസം അശുദ്ധയായിരിക്കണം. ഋതുവിൻ്റെ മാലിന്യകാലത്ത് എന്നപോലെ അവൾ അശുദ്ധയായിരിക്കണം. ആർത്തവകാലം മാലിന്യകാലമാണെന്ന് കർത്താവ് തന്നെ പറയണം. ഋതുവിൻ്റെ മാലിന്യകാലത്തെന്ന പോലെ അവൾ അശുദ്ധയായിരിക്കണം. 8-ാം ദിവസം അവൻ്റെ അഗ്രചർമ്മം പരിശോധന ചെയ്യണം. പിന്നെ അവൾ 33 ദിവസം തൻ്റെ രക്തശുദ്ധീകരണത്തിലിരിക്കണം. അപ്പോൾ 40 ദിവസം. അവളുടെ ശുദ്ധീകരണകാലം തികയുന്നതിന് മുമ്പ് അവൾ യാതൊരു വിശുദ്ധ വസ്തുവും തുടരുത്, വിശുദ്ധ മന്ദിരത്തിലേക്ക് വരികയും അരുത്. പെൺകുഞ്ഞിനെ പ്രസവിച്ചാലുള്ള കാര്യം പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ആർത്തവകാലത്തുന്ന പോലെ ഋതുകാലത്തുള്ളതാണല്ലോ, അവൾ അശുദ്ധയാണ്. സാധാരണ നമ്മുടെ രീതി അനുസരിച്ച് പ്രസവിച്ചു കഴിഞ്ഞാൽ 40 ദിവസത്തേക്ക് അമ്മയ്ക്ക് പള്ളിയിൽ വരാൻ പറ്റില്ല. കുട്ടിയെ ഇപ്പോൾ എവിടെയെങ്കിലും നോക്കാം. പെൺകുട്ടിയാണെങ്കിൽ 80 ദിവസത്തേക്ക് പള്ളിയിൽ വരാൻ പാടില്ല എന്നാണ്. അത് 80 ദിവസത്തേക്ക്. അത് ദീർഘകാലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ കൽപ്പനയല്ലേ. അപ്പോൾ അച്ഛൻ്റെ വീഡിയോകൾ ധാരാളം ആളുകൾ കണ്ടു. അതിൽ 90% ആളുകൾ പെന്തക്കോസ്തുകാരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അപ്പൻ ആ രക്തസ്രാവക്കാരി സ്ത്രീയെ തൊട്ടല്ലോ, കർത്താവ് കുഷ്ഠരോഗിയെ തൊട്ടല്ലോ. അപ്പോൾ കർത്താവിന് എൻ്റെ അപ്പൻ എന്നുള്ള രീതിയിലാണ് സംബോധന ചെയ്യുന്നത്. പിതാവിനെ എന്തെന്നാ സംബോധനയാവോ? പുത്രനെ അപ്പൻ എന്ന് പറഞ്ഞാൽ പിതാവിന് ആരാ? ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, എങ്കിലും പറയുന്നു മാത്രം.
അപ്പം അതിലേക്ക് മനസ്സിലായി അച്ഛനെ ഒരുപാട് അഭിനന്ദിച്ചുകൊണ്ട് ആളുകൾ എഴുതിയിട്ടുണ്ട്. ആകെ നന്നായി. കാരണം പെന്തക്കോസ്തുകാർക്ക് നമ്മുടെ പാരമ്പര്യ വിശ്വാസങ്ങളൊക്കെ തകർത്ത് കളയണം, അതാണ് അവരുടെ ആഗ്രഹം. അങ്ങനെ ആളുകൾ ഒത്തിരി അഭിനന്ദനം പറഞ്ഞുകൊണ്ടായിരിക്കണം അച്ഛൻ ഇങ്ങനെ മിക്കപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കുഷ്ഠരോഗിയെ തൊട്ടു നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധരാക്കാൻ കഴിയുന്നു. എനിക്ക് മനസ്സുണ്ടെങ്കിൽ ശുദ്ധമാണെന്ന് പറഞ്ഞാൽ അവന് തൊട്ടു, അത് സത്യമാണ്. കാരണം നിൻ്റെ ശരീരം തന്ന ഞാനാണ് അതിനെ രൂപാന്തരപ്പെടുത്താനും അല്ലെങ്കിൽ അതിനെ രോഗസൗഖ്യം കൊടുക്കാനും എനിക്ക് സാധിക്കും. അത് തന്നെയാണ് രക്തസ്രാവക്കാരി സ്ത്രീയോട് പറഞ്ഞത്. അവളുടെ വിശ്വാസമാണത്. അവൾ ശരീരത്തിൽ തൊട്ടില്ല, കർത്താവിൻ്റെ ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഒന്നും തൊട്ടുള്ളൂ. അപ്പോഴേക്കും ശക്തി പ്രവഹിച്ചു. മകളെ, നിൻ്റെ വിശ്വാസം തന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് അർത്ഥം പറഞ്ഞു. കർത്താവ് നിർമ്മാതാവാണ്, സൃഷ്ടാവാണ്. കർത്താവ് നമ്മെ തൊടുന്നതും നമ്മൾ പരസ്പരം തൊടുന്നതും ഒരുപോലെയാണോ? അവൻ അപരിമേയൻ, നമ്മളോ പരിമിതിയുള്ളവനാണ്. അപ്പം കർത്താവ് തൊട്ടതുകൊണ്ട് നമുക്ക് തൊടാമെന്ന് പറയുന്നത് അത് ശരിയാവില്ല. പിന്നെ ഈ ആർത്തവ കാലത്ത് പുരുഷൻ തൻ്റെ ഭർത്താവ് തൊടുന്നത് പോലും ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെയുള്ള സമയത്ത് പള്ളിയിൽ പോവുകയോ വിശുദ്ധ കുർബാന അനുഭവിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല. കർത്താവല്ലേ പറഞ്ഞേ. അപ്പോൾ ചിലർ പറയാത് പിതാവ് പറഞ്ഞ് പുത്രതമ്പുരാൻ പറഞ്ഞിട്ടില്ലെന്ന് പറയും. പുതിയ നിയമത്തിൽ വരുമ്പോൾ പുത്രതമ്പുരാൻ അതിനെപ്പറ്റി വിരോധമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പിതാവ് പറയുന്ന പുത്രനിൽ കൂടിയാണ് പിതാവും പുത്രനും ഒരുമിച്ച ഈ പ്രവർത്തികളൊക്കെ. പിതാവ് ചെയ്യുന്നതല്ലാതെ പുത്രനും ഒന്നിച്ച് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ പിതാവ് പറയുന്നത് പുത്രനും പറയാൻ പറ്റുള്ളൂ. പിതാവിൻ്റെ മനസ്സിൽ ജനിക്കുന്ന വചനം പിതാവിൻ്റെ വായിൽ കൂടി പുറത്തു വരുന്നതാണ് ഈ പുത്രൻ, വേട്, വചനം. അതായത് പുത്രനിൽ കൂടിയാണ് പിതാവ് സംസാരിക്കുന്നത്. എൻ്റെ പിതാവ് എന്നിൽ വസിച്ച് അവൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പം അത് പഴയ നിയമത്തിലൊന്നും പുത്രനില്ല എന്നാ പലരും ധരിക്കുന്നത്. ആദിയിൽ വചനമായിരുന്നു, വചനം ദൈവസന്നിധിയിലായിരുന്നു, വചനം ദൈവമായിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാൻ 1:1 അങ്ങനെ പറയുന്നു. ആദിയിൽ വചനമായിരുന്നു. വചനം ഉണ്ടായതല്ല, ഉണ്ടായിരുന്നു, ആയിരുന്നു. ആദിയിലെ ഉണ്ടായിരുന്നത് വചനാണ്. അല്ലെങ്കിൽ ആദിയിലെ ഉണ്ടായിരുന്നത് ദൈവമാണ്. പിതാവിന്ന് പുത്രൻ ജനിക്കുന്നു, പിതാവിന്ന് പരിശുദ്ധ റൂഹ് പുറപ്പെടുന്നു. എപ്പോൾ പിതാവുണ്ടോ അപ്പോൾ പുത്രനും പരിശുദ്ധ റൂഹായി ഉണ്ട്. എപ്പോഴെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ദൈവം എന്നും ഉണ്ട്. അതാണ് ആദിയിൽ വചനം ആയിരുന്നു. ആദിയിൽ ഉണ്ടായിരുന്ന ദൈവം മാത്രമാണ്, വേറെ ഒന്നുമില്ല എന്നർത്ഥം. സ്വർഗഭൂമിക്ക് പിന്നലുണ്ടായി. അപ്പോൾ പിതാവ് പറയുന്ന പുത്രനിൽ കൂടിയാണ്. ആ പുത്രനും പിതാവും പറഞ്ഞ് പുതിയ ദൈവത്തിൽ വരുമ്പോൾ മാറ്റം വരുത്തുമോ? എനിക്കും അതല്ല. പിന്നെ കർത്താവ് പറഞ്ഞത് മനുഷ്യൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ് അവനെ ശുദ്ധമാക്കുന്നത്, അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശുദ്ധമാക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെയല്ല, അത് വേറെ അർത്ഥത്തിലാണ്. കന്യാമറിയാം പരിശുദ്ധാത്മാവിലാണ് ഗർഭം ധരിച്ചത്. കന്യാവ്രതപുത്രിക്ക് ഭംഗം വരാതെയാണ് യേശു കുഞ്ഞിനെ പ്രസവിച്ചത്. അവൾ പ്രസവിക്കുന്നതിന് മുമ്പും പ്രസവിച്ച ശേഷവും കന്യകയാണ്. അവൾ കൃപ നിറഞ്ഞവളാണ്, കൃപ ലഭിച്ചവളല്ല. 1 ലൂക്കോസ് 26 വായിക്കുമ്പോൾ അവിടെ കാണാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ കൃപ നിറഞ്ഞവൾ, അതാണ് നമ്മൾ ചൊല്ലുന്നത്. കൃപ നിറഞ്ഞവളായതുകൊണ്ടാണ് അവൾ ഇന്നും കന്യയായിരിക്കുന്നത്. അല്ലെങ്കിൽ കന്യയായിരിക്കുന്നതുകൊണ്ടാണ് അവൾ കൃപ നിറഞ്ഞവളാകുന്നത്. കൃപ നിറഞ്ഞില്ലെങ്കിൽ കൃപ നിറഞ്ഞ പുത്രനെ ഉദരത്തിൽ വഹിക്കാൻ പറ്റില്ല. കൃപ ലഭിച്ച പോരാ. നന്മ നിറഞ്ഞു പറയുമ്പോൾ നമ്മൾ ചൊല്ലാറില്ല, അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല.
ഇവിടെ കന്യാശ്രീ അമ്മ പോലും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അമ്മ പോലും, അല്ലെങ്കിൽ പുത്രൻ്റെ അമ്മ പോലും 40 ദിവസമാണ് യേശു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് പോയത്. ദേവാലയ പ്രവേശനം ഫെബ്രുവരി 2 നമ്മൾ ആഘോഷിക്കുന്നു. അപ്പോഴോ പുതിയ ഇനത്തിൽ അതിനുള്ള മാറ്റം വന്നിട്ടുണ്ടോ? അമ്മയ്ക്ക് പള്ളിയിൽ പോകണമെങ്കിൽ 40 ദിവസം കഴിയണം പ്രസവം കഴിഞ്ഞാൽ, ആൺകുട്ടിയായാൽ. അത് ഇന്ന് നമ്മുടെ സഭാ പാരമ്പര്യം പാലിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അച്ഛൻ പറഞ്ഞ പണ്ട് കാലത്ത് പാടൊന്നും ഉണ്ടായിരുന്നില്ല, പാടൊക്കെ ആയി. പിന്നെ നമ്മൾ കുർബാനയ്ക്ക് വാങ്ങാനായിട്ട്, അല്ലെങ്കിൽ കുർബാന അനുഭവിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ അടുത്ത് ഇരുമ്പോൾ നമ്മുടെ വൻകുടലിലൊക്കെ നമ്മുടെ മലം ഇല്ലേ, മൂത്രത്തിൻ്റെ മൂത്രമില്ലേ, ഇതൊക്കെ ശരീരത്തിൽ വഹിച്ചുകൊണ്ടല്ലേ നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതൊക്കെ. അത് ശരിയാണ്. പക്ഷേ ആ മലവും ആ മൂത്രവും നാപ്പിയിലേക്ക് വന്നാൽ എന്താ സ്ഥിതിയാച്ചോ? ആ നാപ്പിയിൽ ആ മലവും മൂത്രം വഹിച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ പോവോ? പള്ളിയിൽ പോവോ? ഒരാളുടെ അടുത്ത് നിൽക്കാൻ പറ്റുമോ? മണമായിട്ട് പാടില്ല, പോടാന്ന് പറയില്ലേ? അതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ. അതുകൊണ്ട് ബ്ലഡൊന്ന് പോയി വെച്ച് പുറത്തു പോയി വെച്ച് കുഴപ്പമില്ല. ബ്ലഡ് പുറത്തു പോയാലും പാഡിൽ തങ്ങിന്നാലും ഇത് രണ്ടും കണക്കാണെന്ന് വെച്ചു. അതുകൊണ്ട് അച്ഛൻ്റെ വിശുദ്ധീകരണത്തിന് ശരിയല്ല. അശുദ്ധിയാണെന്ന് കർത്താവ് ഇപ്പോഴും അശുദ്ധിയായിട്ട് തന്നെ ഇരിക്കുക. 7 ദിവസത്തേക്ക് ഋതുകാലത്തിൽ എന്ന പോലെ അവൾ അശുദ്ധിയാണ്. 7 ദിവസത്തേക്ക് പള്ളിയിൽ പോകണ്ട, ദൈവം കുഴപ്പമില്ല. ദൈവം അറിഞ്ഞാൽ ഇതൊക്കെ പറയണത്. അവൾ ആ 7 ദിവസത്തേക്ക് പള്ളിയിൽ പോയില്ല എന്ന് വിചാരിച്ച ഒരു അനുഗ്രഹക്കുറവും ഉണ്ടാവില്ല. നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടിക്കും ഓരോ ഉദ്ദേശങ്ങളുണ്ട്. ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത് തന്നെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. പുരുഷന്മാർക്ക് ആ ഭാഗ്യം ലഭിക്കാതെ വലിയൊരു ഭാഗ്യമാണത്. അതാണ് വരദാനം. പക്ഷേ അപ്പോൾ പാലിക്കേണ്ട ചില ചിട്ടകളുണ്ട്, അത് പാലിക്കണം. പുരുഷനും സ്ത്രീക്കും വേറെ ഓരോ ഉദ്ദേശങ്ങളോട് കൂടിയാണ് ദൈവം സൃഷ്ടിക്കുന്നത്. ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടിക്കും ഓരോ ഉദ്ദേശമുണ്ട്, അല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലത് കണ്ടു എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ സ്ത്രീക്കും പുരുഷനും സമത്വം വേണമെന്ന് പറയുമ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. പക്ഷേ ഇതൊന്നും പൂർണ്ണമായ ഒരു സമത്വമായിട്ടില്ല. രാഷ്ട്രീയ കാര്യങ്ങളിലോ മറ്റു കാര്യങ്ങളിലൊക്കെ സമത്വമാകും. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം അല്ലെങ്കിൽ പിതാവ്. കൊരിന്ത്യരോട് മാത്രമാണ് പറയുന്നതെന്ന് പലരും പറയുന്നുണ്ട്. പുരുഷൻ്റെ തല ക്രിസ്തുവാണ്, സ്ത്രീയുടെ തല പുരുഷനാണ്. എന്ന് വെച്ചാൽ പുരുഷൻ പറഞ്ഞാൽ എന്തോ അവളെ അനുസരിക്കണമെന്നല്ല, സ്നേഹത്തിൽ കൂടെയുള്ള ഒരു വിധേയത്വമാണ് അവിടെ. സത്യം പറഞ്ഞാൽ പുരുഷൻ ക്രിസ്തുവിൻ്റെ പ്രതീകമായി സഭയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ സ്ത്രീക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. സ്ത്രീ സഭ കർത്താവിനെ സ്നേഹിച്ചതുപോലെ ഭർത്താവിനെ സ്നേഹിക്കാൻ തയ്യാറാണ്. ഇത് രണ്ടും പ്രധാന കാര്യം. പുരുഷനെപ്പോഴും ഒരു ബഹുമാനം ആഗ്രഹിക്കേണ്ടത്, അത് അടിമയാണെന്നൊന്നും പറയണ്ട, അടിമത്വമൊന്നുമല്ല. അതുപോലെ സ്ത്രീ തന്നെയല്ലാതെ വേറെ ആരെയും എൻ്റെ ഭർത്താവ് സ്നേഹിക്കാൻ പാടില്ല എന്ന് നിർബന്ധബുദ്ധിക്കാരാണ്. അത് ശരിയാണ്. പുരുഷൻ്റെ പിതാവിനെയും മാതാവിനും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്നുള്ള പറയും. പുരുഷൻ മാതാവിനെയും പിതാവിനും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, 19 അധ്യായത്തിൽ പറയുന്നു. അപ്പോൾ ഈ ലോകത്തിലേക്കും വെച്ച് ഇത്രയും വലിയ ബന്ധമില്ല. അതുകൊണ്ടാണ് മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം പോലെ
കർത്താവും സഭയും തമ്മിലുള്ള ബന്ധത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കുട്ടിയെ മാമോദിസ വയ്ക്കിയാൽ, പെൺകുട്ടിയാണെങ്കിൽ മദ്ബഹായിൽ കയറ്റാറില്ല. ഓർത്തഡോക്സ് സഭകളിൽ സുനോദോസ് കൂടി 5 വയസ്സ് പ്രായം വരെ കുട്ടിയെ മദ്ബഹായിൽ കയറ്റി വിശുദ്ധ കുർബാന കൊടുക്കാമെന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് പെൺകുട്ടികളെ മദ്ബഹായിൽ കയറ്റാറില്ല. അതിൻ്റെ കാരണം വലിയച്ഛന്മാരെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, സ്ത്രീക്ക് പൗരോഹിത്യത്തിന് അർഹതയില്ല. അതുകൊണ്ട് കൊച്ചുകുട്ടിയായാൽ പോലും മദ്ബഹായിൽ കയറ്റാൻ പാടില്ല. ആൺകുട്ടികളെ അടിമയുണ്ടായാലില്ലെങ്കിലും മദ്ബഹായിൽ കയറ്റി നമ്മൾ ത്രോഡോസൊക്കെ കുത്തിക്കാറുണ്ട്. സ്ത്രീകളെ അങ്ങനെ ചെയ്യാറില്ല. അതൊക്കെ ഓരോ പാരമ്പര്യങ്ങളും വിശ്വാസവുമാണ്. കർത്താവ് സ്ത്രീകൾക്ക് ആർക്കും പൗരോഹിത്യം കൊടുത്തിട്ടില്ല. പഴയ നിയമപുസ്തക പൂർത്തിയാക്കി മർക്കോസിൻ്റെ മേൽമാളികയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ 12 സ്ത്രീയന്മാരെ മാത്രമേ വിളിച്ചുള്ളൂ. കർത്താവിൻ്റെ അമ്മ എപ്പോഴും കൂടെ നടന്നതാണ്. പക്ഷേ അമ്മയെ വിളിച്ചില്ല, വേറെ ആരെയും വിളിച്ചില്ല. വിശുദ്ധ കുർബാന സ്ഥാപിച്ച് അവരെ ഫലമേൽപ്പിക്കുക ചെയ്തു. അപ്പോൾ പരിശുദ്ധ പത്രീസ് ബാവയോട് പലരും ആവശ്യപ്പെടുന്നുണ്ട് സ്ത്രീകൾക്ക് പെട്ടെന്ന് നിന്നാലെന്നാണ്. പക്ഷെ ഒരു പരിശുദ്ധ പത്രീസ് ബാവായും അതിന് അനുവാദം കൊടുത്തിട്ടില്ല. ഇനി കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വേറെ പല സഭകളുണ്ടാവും, അത് നമ്മളറിയണ്ടായില്ല. നമുക്ക് നമ്മുടേതായ വിശ്വാസം കാത്ത് സംരക്ഷിക്കുക. നമ്മളവരെ കുറ്റം പറയാനും പാടില്ല. അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അച്ഛൻ പറയുന്നതിനോട് യോജിക്കാൻ സാധ്യമല്ല. ചിലരുടെ വിശ്വാസത്തോടെ ദിവസവും കുർബാന അനുഭവിച്ചാൽ അത്ര നല്ലത് ഒരിക്കലല്ല. വിശുദ്ധ കുർബാന അതിൻ്റെ ഒരുക്കത്തോടുകൂടി അനുഭവിക്കേണ്ടതാണ്. 40 ദിവസത്തിനുള്ളിൽ വിശുദ്ധ കുർബാന അനുഭവിച്ചാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് വല്ല ഭരണകരമായ പാവമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വിശുദ്ധ കുമ്പസാരം നടത്തിയിട്ട് വിശുദ്ധ കുർബാന അനുഭവിക്കാവും. ഒരു പ്രാവശ്യം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന അനുഭവിച്ചാൽ പിന്നെ ഹോസോയ പ്രാർത്ഥന നടത്തി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതാണ് സഭയുടെ പാരമ്പര്യം. അതാണ്. ഏലിയാവിന് കാക്ക കൊടുത്ത അപ്പവും വെള്ളവും സ്വീകരിച്ച് അവൻ 40 ദിവസം ഓടിയാണ് ഹോറൈബ മലയിലെത്തിയത്. അവനൊരു ക്ഷീണം ഉണ്ടായില്ല. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടിക്കും ഓരോ ഉദ്ദേശമുണ്ട് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ട് ആർത്തവ ദിവസങ്ങളിൽ പള്ളിയിൽ പോകണ്ട, അതുകൊണ്ടൊരു ശിക്ഷയുമില്ല. വിശുദ്ധ കുർബാന അനുഭവിക്കേണ്ട, അതുകൊണ്ടൊരു ശിക്ഷയുമില്ല. 7 ദിവസവും തന്നെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പിതാവും പുത്രനും കൂടി പറഞ്ഞാണ്. അതിന് മാറ്റമൊന്നുമില്ല. പുതിയ നിയമത്തിൽ അവിടെ അതിന് മാറ്റം വരുത്തിയതായിട്ടൊന്നും രേഖയില്ല. കാര്യം പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണ്, അതൊക്കെ സമ്മതിക്കണം. പക്ഷേ കർത്താവ് അല്ലെങ്കിൽ ദൈവം പറഞ്ഞതിൻ്റെ പൊരുള് ഇത് തന്നെയാണ്. നമ്മുടെ പിതാക്കന്മാരായിട്ട് ആരും അത് വ്യത്യാസപ്പെടുത്തി ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് സംശയിക്കേണ്ട. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് മുമ്പോട്ട് പോയാൽ മതി. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.